നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അച്ഛൻ എവിടെയായിരുന്നു? ദയയുടെ സ്വഭാവം അച്ഛൻ അറിയാവുന്നതല്ലേ. അവളെന്തോ വിവരക്കേട് പറഞ്ഞതിന് അച്ഛനിങ്ങനെ വിഷമിക്കല്ലേ. ആർക്കായാലും വിഷമം തോന്നുവനും. അച്ഛനായതുകൊണ്ടാ ഇത്രയും സഹിച്ചത്. സത്യം പറഞ്ഞ എനിക്ക് ആ സമയത്ത് അവൾ കിട്ടുന്ന പൊട്ടിക്കാനാ തോന്നിയത്. പക്ഷെ അച്ഛനെ ഓർത്തിട്ടാ. ഏയ് അതൊന്നും വേണ്ട. ദയയുടെ വായിൽ നിന്ന് വീണുപോയ വാക്കിന് അവൾക്കിപ്പോ നല്ല കുറ്റബോധം ഉണ്ടാവും. നീ എങ്ങാനും അവളെ അടിച്ചിരുന്നെങ്കിൽ അത് നിന്റെ മനസ്സിലും കുറ്റബോധമായിട്ട് കിടന്നേനെ. കുറേ നേരം അമ്പലമുറ്റത്ത് പോയി ഒറ്റയ്ക്കിരുന്നപ്പോ മനസ്സൊന്ന് തണുത്തു. എനിക്കിപ്പോ ദയമോളോട് ഒരു ദേഷ്യമോ വെറുപ്പോ ഇല്ല, സഹതാപം മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ടൊരു കുടുംബവും ജീവിതവും ഒക്കെ ആയിട്ടും എന്റെ മകൾക്ക് ഇതുവരെ ബുദ്ധിയും പക്വതയും ഉറച്ചില്ലല്ലോ എന്നൊരു വിഷമം. അച്ഛനെ പോലെ തന്നെ എല്ലാം ക്ഷമിക്കാൻ തയ്യാറുള്ള ഒരാളെ അവൾക്ക് ഭർത്താവായി കിട്ടി. അതിന്റെ കുഴപ്പോ? അതൊരു കുഴപ്പമാണോ അമ്പിളി? ഭാഗ്യല്ലേ. ദയയുടെ ഈ സ്വഭാവം വെച്ച് ശബരി അല്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കേ. അത് ശരിയാ. അവള് കുഞ്ഞിനെ എടുത്ത് ഈ വീട്ടിൽ വന്ന് നിന്നേനെ. ഞാൻ അച്ഛനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. മോളാനു, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛാ. എനിക്ക് മനസ്സിലായി. അമ്പിളി പറഞ്ഞത് നിന്റെ മനസ്സിൽ തട്ടിയില്ലേ? ഇല്ലച്ചാ, കുഴപ്പമില്ല. വാനു, മുളങ്ങി വാ. അമ്പിളി ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല. എന്റെ മക്കൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പരസ്പരം ശത്രുതയില്ലാത്തവരാണ് എന്റെ മക്കളെന്ന്. എന്താ ശരിയല്ലേ? അതെ അച്ഛാ. അമ്പിളി ചേച്ചി എന്നെ കുത്തി പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. പെട്ടെന്നത് കേട്ടപ്പോ ഞാനും ഭർത്താവിനോട് പിണങ്ങി വന്ന് നിൽക്കുകയാണല്ലെന്ന് ഓർത്തുപോയി. അത്രേ ഉള്ളൂ. ആ ശരി മോളെ, മോള് പോയിട്ട് അച്ഛന്റെ ഫോൺ എടുത്തോണ്ട് പോവാ. ആരെങ്കിലും വിളിച്ചോന്നറിയില്ലല്ലോ. അച്ഛന്റെ ഫോൺ സൈലന്റ് ആയിരിക്കും. അതാ ഞാൻ വിളിച്ചപ്പോഴും റിങ് കേൾക്കാതിരുന്നേ. അച്ഛൻ ആദ്യം വെള്ളം കുടിക്കേ. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം മതിയായിരുന്നു എന്റെ അമ്പിളി, ചായ ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നു. അച്ഛാ, 2 തവണ മഞ്ചടിയിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴാ വിളിച്ചത്? ഒരു മണിക്കൂർ മുമ്പായിരുന്നു. അച്ഛനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? എന്നോട് എന്തെങ്കിലും കാര്യം പറയാനാവും. നീ അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ ഇതാ. ഫോൺ എടുക്കാതെ അച്ഛൻ പോയത് അബദ്ധമായില്ല അമ്പിളി. റിങ് ചെയ്യുന്നുണ്ട് അച്ഛാ, എടുക്കുന്നില്ല. ഒന്നോട് വിളിച്ചു നോക്കുമോളെ. അവള് കുളിക്കോ മറ്റോ ആയിരിക്കും അച്ഛാ. കുളിച്ചു കഴിയുമ്പോ തിരിച്ചു വിളിക്കും. എടുക്കുന്നില്ല അച്ഛാ. അല്ലെങ്കിൽ ഇനി രാത്രി ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. മഞ്ചാടി, മഞ്ചാടി, നീ വാതില് തുറക്ക്. എടി, അവന്മാരോടുള്ള ദേഷ്യം എന്നോട് കാണിക്കല്ലേ. ഇത് എന്റെ കൂടി റൂമാ. മഞ്ചാടി, മഞ്ചാടി.
8 മണിക്ക് കേറി വന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഫോൺ ചെയ്യുവാണോ? മറ്റു പിള്ളേര് കാണും മുമ്പ് കേറി പോവാൻ നോക്ക്. അതിനകത്തുള്ളവളെ വാതില് തുറക്കണ്ട മാഡം. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. മാഡം ഒന്ന് പറ വാതില് തുറക്കാൻ. മഞ്ചാടി, മഞ്ചാടി, വാതില് തുറക്ക്. നീ അവിടെ എന്തെടുക്കുവാ? മര്യാദയ്ക്ക് തുറക്കാനാ പറഞ്ഞ. അവക്ക് നിന്നെ പോലെ മരുന്നടിക്കുന്ന സ്വഭാവം ഉണ്ടോടി? ഏയ്, ഞാൻ പോലും ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല. മഞ്ചാടി ഒരു പാവം കുട്ടിയാ. പാവം. എനിക്ക് തോന്നുന്നത് അവള് ഓഫായി കിടക്കുവാണെന്നാ. അല്ലെങ്കിൽ എന്റെ ശബ്ദം കേട്ടാലെങ്കിലും അവള് വാതില് തുറക്കണ്ടേ? ഞാൻ സെക്യൂരിറ്റിയോട് വരാൻ പറയാം. ഓരോ മാരണങ്ങള്. കോളേജിൽ ഇന്ന് വല്ല പ്രശ്നം ഉണ്ടായോടി? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ പീറ്റർ, ക്യാൻറ്റീനിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ചെറിയൊരു പ്രശ്നമുണ്ട്. മാഡം, ബ്ലഡ്. അയ്യോ, എന്താ മാഡം? ഒന്ന് തുറന്നു നോക്ക്. ശരി മാഡം. മഞ്ചാടി, മഞ്ചാടി. എടി, ഒച്ച ഉണ്ടാക്കി വേറെ ആരെയും അറിയിക്കരുത്. പീറ്ററെ, വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നീ പോയി വണ്ടി എടുത്തോളൂ. ആദ്യം ഇവളുടെ കൈയൊന്ന് കേട്ട്. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ശ്വാസം ഉണ്ട് മാഡം. അമ്മ ഇതുവരെ വന്നില്ലല്ലോ. ഇനി രാത്രി താമസവും ഹർഷയുടെ വീട്ടിൽ തന്നെ ആക്കോ? ഏയ്, ആന്റി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ദ്രേട്ടൻ ഇവിടെയല്ലേ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ശ്യാമേ. എന്റെ അമ്മ മറ്റാരെക്കാളും സ്നേഹിക്കുന്നത് അത് അമ്മയെ തന്നെയാ. അമ്മയുടെ സുഖം, സന്തോഷം, അത് തന്നെ അമ്മയ്ക്ക് പ്രാധാന്യം. അത് ശരിയാ. അല്ലെങ്കിൽ എന്നോടിങ്ങനെ പെരുമാറുന്നത് അമ്മയുടെ താല്പര്യങ്ങൾക്കൊത്ത് നിൽക്കാത്തോണ്ടല്ലേ എന്നെ ഇപ്പൊ ഇഷ്ടമല്ലാത്തത്. അതിനർത്ഥം ഇതിനു മുമ്പ് അമ്മ എന്നോട് കാണിച്ച ഇഷ്ടം ഞാൻ അമ്മയുടെ രീതികൾക്കനുസരിച്ച് നിന്നോണ്ട് മാത്രമല്ലേ. എന്താ സംശയം? അതങ്ങനെ തന്നെയാ. എന്നെ തള്ളിപ്പറയുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാ. ദേ, അമ്മ വരുന്നുണ്ട്. ഓ, വന്നോ? നീ എന്താ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? അത് അമ്മയ്ക്കിപ്പോ ഹർഷയുടെ കൂടെ നിൽക്കുന്നതാണല്ലോ ഇവിടെ കഴിയുന്നതിനേക്കാളും സന്തോഷം. പിന്നെ അങ്ങനെ ഓർക്കുന്നതിൽ എന്താ തെറ്റ്? അതേടാ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇപ്പോ യാതൊരു താല്പര്യവും ഇല്ല. എങ്ങനെ താല്പര്യം തോന്നും? നീയൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അതെ, ഞങ്ങൾ ആന്റിക്ക് ശത്രുക്കളാണോ?
എന്താ സംശയം? നീയൊക്കെ എനിക്ക് ശത്രുക്കൾ തന്നെയാ. ഓ, ഇതും തുടങ്ങിയോ? അല്ല, ഇതെന്താ ഹർഷ പാഴ്സൽ ഒന്ന് വിട്ടതാണോ? ആ അതെ. അതിന് നിനക്കെന്താ നഷ്ടം? നഷ്ടമുണ്ട്. പേരിനാണെങ്കിലും എന്റെ അമ്മയായി പോയില്ലേ? നാണമുണ്ടോ അമ്മയ്ക്ക്? അതെ, മക്കളെ ശത്രുക്കളെ കണ്ട് വല്ലവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ കുറച്ചില് തന്നെ ആയിരിക്കും. പക്ഷേ വല്ലവരുടെയും വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് തന്നെയാ ഞാൻ നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയത്. അപ്പോളേ കൂടുതൽ നാണം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ ഇത് ഹർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാ. ഓ, ഭാഗ്യം. അത്രയെങ്കിലും വകതിരിവ് കാണിച്ചല്ലോ. ഏതായാലും ഭക്ഷണം കൊണ്ടുവന്ന് നന്നായി. മൂത്ത മകനെ കുടിച്ച് ബോധമില്ലാതെ അകത്ത് കിടക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം അമ്മ. അമ്മയുടെ സ്വഭാവം കൊണ്ടാ ഇന്ദിരേട്ടന്റെ ജീവിതം നശിച്ചത്.